ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ ഡിന്നറിന് ഒരു ചിക്കൻ റാപ്പ് അല്ലെങ്കിൽ ഒരു ചിക്കൻ റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നെപ്പോലെ ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, അതുകൊണ്ട് ഞാൻ ഒരു വ്ലോഗ് ചെയ്തിട്ട് നിങ്ങൾക്കും കൂടെ കാണിക്കുക എന്നുള്ളത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയല്ലേ അടിപൊളി. അപ്പോൾ എന്തായാലും നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹായ് പറഞ്ഞേ, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല പറയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ കുക്കുംബർ എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ, ഒരു ഒനിയൻ, ഹാഫ് ഒനിയൻ, പിന്നെ ഒരു ലെറ്റ്യൂസിൻ്റെ ലീവ്സ്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് ടോട്ട്ല റാപ്പ്. ഇത് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രെഡ് കൈൻഡ് ഓഫ് സംഭവമാണ്. ഇതിലാണ് നമ്മൾ റാപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കനാണ്. ചിക്കന് പകരം നിങ്ങൾക്ക് എഗ്ഗ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പനീർ എടുക്കാം, മഷ്റൂം എടുക്കാം. ഇന്ന് എൻ്റെ കയ്യിൽ ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഫ്രൈ ചെയ്ത് ഇങ്ങനെ ചെറുതാക്കി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടോട്ടിയ റാപ്പ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കണം. അപ്പോൾ അത് ചെയ്യും. ടോട്ടലി ഒന്ന് ചൂടാക്കി എടുക്കുന്നതിന് മുന്നേ ഞാനൊന്ന് ടൊമാറ്റോസ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്കങ്ങനെയാണ് ഇഷ്ടം, പച്ചയ്ക്ക് കഴിക്കുന്നതിനെക്കാട്ടിലും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ പ്രിഫറൻസ് അതിനനുസരിച്ച് ചെയ്യാം. ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി രണ്ട് സൈഡും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതിനുശേഷം ഞാൻ ടോട്ടല റാപ്പ് ചൂടായ പാനിലേക്ക് ഇട്ടു. അത് നമ്മൾ ഏകദേശം നമ്മുടെ ഒരു ചപ്പാത്തിയുടെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് സാധനമാണ്. ദെൻ അത് നമ്മൾ ചൂടായി കഴിയുമ്പോൾ ചെറുതായിട്ട് പൊന്തി വരും. അതിനുശേഷം നമ്മൾ മറിച്ചിട്ട് രണ്ട് സൈഡും ഷാലോ ആയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ വെച്ചിട്ട് ഇത് റാപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാരണ രീതിയിൽ റോൾ ചെയ്ത് മീൻസ് ഷവർമ ഒക്കെ പോലെ അങ്ങനെ റോൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാനിങ്ങനെ ഹാഫ് സെൻറ്ററിൽ നിന്ന് ഒരു കട്ട് ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. എങ്ങനെയാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ റോൾ ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു സ്പ്രെഡ് മീൻസ് എന്തെങ്കിലും സാൻഡ്വിച്ച് സ്പ്രെഡോ അല്ലെങ്കിൽ മയനൈസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. ഞാനെപ്പോഴും വെജിറ്റബിൾ മയനൈസ്, അതായത് വീഗൻ മയനൈസ് ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല, അത് തീർന്നിരിക്കുകയാണ്. ഉണ്ടെങ്കിൽ ഞാൻ അത് മൊത്തമായിട്ട് ആ ടോട്ടല റാപ്പിന്റെ മേലെ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് എല്ലാ സാധനങ്ങളും വെക്കുന്നത്. നിങ്ങൾക്ക് കെച്ചപ്പ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. എന്താണോ നിങ്ങൾക്ക് ടേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം.
അങ്ങനെ നമ്മൾ അതൊന്ന് റാപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം ചെറിയ തീയിൽ ഒന്ന് പാനിൽ വെച്ച് രണ്ട് സൈഡും ഒന്ന് ചൂടാക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ രണ്ട് സൈഡും ഒന്ന് ചൂടാക്കി എടുത്ത് അത് വെക്കാവുന്നതാണ്. അങ്ങനെ അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ഹെൽത്തി ആണ്. അതിനകത്ത് വെജിറ്റബിൾസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ട് ചിക്കനോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.